എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സോഡാപ്പൊടിയോ ഈസ്റ്റോ കള്ളോ ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് വരുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണല്ലോ അധികവും അപ്പം ഉണ്ടാക്കലല്ലേ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മുട്ടക്കറിയും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. അപ്പം അതിന് ചേർത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസ്റ്റൊന്നും അല്ല കേട്ടോ. ഞാൻ ചേർത്തിരിക്കുന്ന അതിൻ്റെ കൂടെ ഒരു പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതൊരു പഴയ ഒരു കൂട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരി പച്ചരിയാണ് കുതിർത്ത് ഇതുപോലെ കണ്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത അരിയാണ്, 2 ഗ്ലാസ്സാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുക്കണേ. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 2 വട്ടമായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ, അല്ലാതെ ഒറ്റ വട്ടത്തിൽ ഇത് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരയാൻ ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ചോറിന് പകരം ഞാൻ ഇവിടെ വെള്ളയവലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളയവല ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അവലിന് പകരം നമുക്ക് ചോറുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ സമയത്ത് ചോറില്ലായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ അവൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പഴമാണ്. സാധാരണ മൈസൂർ പവനാണ്. ഒരിറ്റ പഴം, ഒത്തിരി ഒന്നും ചേർക്കല്ല. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ എണ്ണ കൊണ്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തേങ്ങ ചിരവിയതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവേ. അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ഓവറായി പോകണ്ട. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ കൂട്ടും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന തേങ്ങയും കൂടിയാണ് ഞാൻ അരച്ച് ചേർത്തിരിക്കുന്നത്. തേങ്ങ അവലൊക്കെ കൂടിയാണ്. അപ്പം ഞാനിത് കുറച്ച് മാവും എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഈ കലം നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാവും കണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ മിച്ചം വരുന്ന ഒരു മാവ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് ഫ്രിഡ്ജിലെ പുളിച്ച മാവ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശയുടെ മാവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. ദോശ മാവ് അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ മിച്ചം വരുന്നത് നമുക്ക് എടുത്തൊരു പാത്രത്തിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഈസ്റ്റോ കള്ളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്കിനി പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിൽ കൈയോ അല്ലെങ്കിൽ തവി അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാവേ. ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ മതിയാകും പുളിച്ച് വരാൻ. അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. തവി ഇട്ടപ്പോഴത്തേനും എന്താ ഇങ്ങ് താന്നു പോകുന്നുണ്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ആ എയറെല്ലാം കൂടെ ഒന്നുകൂടി പൊന്തി വരും. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അപ്പം കിട്ടും ഉണ്ടാക്കി വരുമ്പോൾ. ഇപ്പോൾ താന്നു പോയല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചൂടായ തവയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി, ഹോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടച്ചില്ല, നമുക്കത് മറിച്ചിടാനാണെങ്കിൽ അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ 1-2 ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല. 2 വശവും പെട്ടെന്ന് മറിച്ച് തിരിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ചിക്കൻ കറിയുടെ കൂടിയോ ബീഫ് കറിയുടെ കൂടിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവോ വെജിറ്റബിൾ കുറുമയോ ഏതെങ്കിലും കറി ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ രുചികരമായ അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പഴം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പഴം ചേർക്കാതെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം പഴത്തിൻ്റെ ഒരു കളർ ചേഞ്ച് അങ്ങനെ ഒരു വന്ന പോലെ എനിക്ക് തോന്നി. അപ്പം പഴം ചേർക്കുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കാര്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്, പഴം ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് ഒന്ന് അഭിപ്രായം പറയണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ പഴം ചേർത്താൽ എങ്ങനെയായിരിക്കും അതിൻ്റെ രുചി. അപ്പം നിങ്ങളൊരു പരീക്ഷണത്തിന് മുതിരുവാണെങ്കിൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വിരുന്നുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൊടുത്താൽ മതിയാവും. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് മുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഒരു ലേശം ഒന്നുണ്ടാക്കി നോക്കുക. ആദ്യം തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് പോലെ എനിക്ക് തോന്നി. നല്ല വെള്ളം വന്നില്ല, അതാ പഴം ചേർത്തുകൊണ്ടായിരിക്കണം. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.